പ്രിയ സുഹൃത്തെ, എന്നോട് പലരും ചോദിക്കാറുണ്ട്, എനിക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ 10 വർഷത്തിനുള്ളിൽ നാട്ടിൽ വന്ന് സെറ്റിൽഡ് ആകണം, അതിന് ഞാൻ എത്ര തുക സമ്പാദിക്കണമെന്ന്. ഒരുപക്ഷെ താങ്കളെയും ഈ ഒരു ചോദ്യം അലട്ടുന്നുണ്ടായിരിക്കാം. ഇതിന് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്തുവാനാണ് ഇന്നേ ദിവസം ഈ വീഡിയോയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. Once again, welcome back to the Thomicha Tips, powered by Dice Invest, Kerala's #1 mutual fund distributor. Thomicha Tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഒരു വ്യക്തി റിട്ടയർമെന്റ് ആകുമ്പോൾ എത്ര തുക സമ്പാദ്യം, അതായത് റിട്ടയർമെന്റ് കോർപ്പസ് കണ്ടെത്തണം എന്ന് നമുക്ക് കണക്കൂട്ടണമെങ്കിൽ അതിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്, സപ്പോസ് ഈ ഒരു വ്യക്തി ഇന്ന് റിട്ടയർഡ് ആണെങ്കിൽ ഒരു മാസം എത്ര തുക വേണ്ടി വരുമെന്ന് കണ്ടെത്തുക എന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ലക്ഷറീസ് അല്ല, എന്നാൽ ചീപ്പും അല്ല, ഒരു മിഡിൽ ലെവലിലുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഞാനിത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിക്ക ഗൾഫ് എൻആർഐസിനും ഇപ്പം നാട്ടിൽ എത്ര തുക ചിലവ് വരും എന്ന് അറിയില്ല. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എൻ്റെ ലൈഫിൽ ഇപ്പം ലക്ഷറീസ് എന്ന് പറയാവുന്നത് ഇപ്പം എൻ്റെ കാറ്, കാരണം ഞാൻ ഫോർച്യൂണറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം എൻ്റെ യാത്രകൾ, ഇതാണ് എൻ്റെ ലൈഫിലെ ലക്ഷറീസ്. എന്നാൽ ഇതൊന്നും എൻ്റെ പേഴ്സണൽ എക്സ്പെൻസ് അല്ല, എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. അപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ എൻ്റെ ഫുഡ്, പിന്നെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്, പിന്നെ അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ, ഹെൽത്ത് കെയർ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു മാസം ഒരു 60,000 രൂപ മുതൽ 75,000 രൂപയോളം ഒരു മാസം എക്സ്പെൻസ് വരുന്നുണ്ട്. ഇതിനു പുറമെ എൻ്റെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതോടൊപ്പം തന്നെ ഇപ്പം നിലവിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന പാരൻസ് ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഗിവിങ് ബാക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടി എനിക്ക് ഒരു മാസം ഒരു 75,000 രൂപ കൂടി എനിക്ക് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഏകദേശം ഒരു 1.5 lakh എനിക്ക് ഒരു മാസം എനിക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പം നോർമലി നമ്മൾ റിട്ടയർമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പാരൻസിന് കൊടുക്കുന്നത്, ഇപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം മെഡിക്കൽ എക്സ്പെൻസ് അത് നമ്മൾ കൂടുതലായിട്ട് കാരണം ഇപ്പോഴുള്ളതിനൊക്കെ കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആ സമയത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നോർമൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഒരു മിഡ് ലെവലിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ നമുക്ക് പുലർത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 75,000 രൂപയെങ്കിലും ഒരു മാസം നമുക്ക് ചെലവഴിക്കാൻ സാധിക്കണം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ട ആ ഒരു ഉത്തരം കിട്ടി. അതായത് സപ്പോസ് ഇന്ന് ഒരു റിട്ടയർഡ് ആണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഏകദേശം ഒരു 75,000 രൂപയോളം വേണ്ടി വരും. ഇനി അടുത്തായിട്ട് ഇത് നമ്മൾ കോർപ്പസ് കണ്ടെത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. അപ്പോൾ അതിന് ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ തൊമ്മിച്ചൻ എടുക്കാം. ഇപ്പം തൊമ്മിച്ചൻ ഇപ്പോൾ ഒരു 40 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് 60ാമത്തെ വയസ്സിൽ റിട്ടയർമെൻ്റ് ആണെങ്കിൽ എത്ര കോർപ്പസ് കണ്ടെത്തും? അതാണ് നമ്മുടെ ചോദ്യം. അപ്പം നിലവിൽ ഇപ്പം അദ്ദേഹത്തിന് 40 വയസ്സാണ്. ഇനി ഇദ്ദേഹത്തിന് 60ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം റിട്ടയർമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പം ഇദ്ദേഹത്തിന് 75,000 രൂപ ഒരു മാസം ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടെത്തിയതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം 60ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് ആകുന്ന സമയത്ത് ഒരു മാസം എത്ര രൂപ വേണ്ടി വരും? ഓൺ ആൻ ആവറേജ് ഒരു 7% ഇൻഫ്ലേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 40 വയസ്സുള്ള തൊമ്മിച്ചന് 60 വയസ്സാകുമ്പോൾ, അതായത് 20 വർഷം കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സംഖ്യ ഏകദേശം 3 ലക്ഷം രൂപ ഒരു മാസം കിട്ടിക്കഴിഞ്ഞാലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ 75,000 രൂപ എന്നുള്ള ആ ഒരു ലൈഫ് സ്റ്റൈൽ ആ സമയത്ത് അദ്ദേഹത്തിന് പുലർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ രണ്ടാമത്തെ ആൻസറും കിട്ടി. അതായത് ഈ തൊമ്മിച്ചന് ഈ 60 വയസ്സാണ് സമയത്ത് എത്ര രൂപ ഒരു മാസം വേണ്ടി വരും? ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എത്ര നാൾ ജീവിച്ചിരിക്കേണ്ടി വരും എന്നതാണ്. ഞാനിവിടെ നോർമലി ഞാൻ എപ്പോഴും പറയുന്നത് ഏകദേശം ഒരു 90 വയസ്സ് വരെ കൺസിഡർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരു ശരാശരി ഒരു മലയാളി ഏകദേശം 75 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരാശരിയാണ്. അതിൽ ചിലപ്പോൾ 40 വയസ്സിൽ മരിക്കുന്ന ആൾക്കാരുണ്ടാവും, 90 വയസ്സിലും 95 വയസ്സിലും മരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എന്നെ സംബന്ധിച്ച് നമ്മളിത് വളരെ കുറച്ച് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം, അതിനേക്കാൾ കൂടുതൽ നാൾ നമ്മൾ ജീവിച്ചിരുന്നാൽ നമുക്ക് വേണ്ട തുക നമുക്ക് കണ്ടെത്താൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 90 വയസ്സ് വരെയെങ്കിലും ജീവിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണക്ക് ഏറ്റവും മിനിമം നമ്മൾ കണക്കൂട്ടുന്നത്. ഇപ്പോൾ 100 വയസ്സ് വരെ നമുക്ക് കണക്കൂട്ടാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലത്. പക്ഷേ മിനിമം ഒരു 90 വയസ്സെങ്കിലും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ലക്ഷം രൂപയാണ്. പിന്നെയും ചിലവ് കൂട്ടിക്കൊണ്ടിരിക്കും. ഞാൻ റിട്ടയർമെൻ്റ് ആയെന്ന് പറഞ്ഞ് ചിലവ് കൂടാതിരിക്കില്ല. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ അതിനുശേഷം വളരെയധികം കുറയും. ഇനി ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ഇപ്പോൾ 60ാമത്തെ വയസ്സിൽ 3 ലക്ഷം രൂപയാണെങ്കിൽ ഇദ്ദേഹത്തിന് 70 വയസ്സാണ് സമയത്ത് ഈ പറഞ്ഞ 7% ഇൻഫ്ലേഷൻ പ്രകാരം ഏകദേശം 6 ലക്ഷം രൂപ വേണ്ടി വരും. 80 വയസ്സാണ് സമയത്ത് ഇദ്ദേഹത്തിന് 12 ലക്ഷം രൂപ വേണ്ടി വരും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ക്യാഷ് ഫ്ലോ ഇപ്പം തൊമ്മിച്ചന് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10% അല്ലെങ്കിൽ ഒരു 10% റിട്ടയർമെൻറ്റ് ഇത് കിട്ടാവുന്ന രീതിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു SWP പോലെയുള്ള ഏതെങ്കിലും ഓപ്ഷനിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ തരത്തിലുള്ള ഒരു ക്യാഷ് ഫ്ലോ ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 7.5 കോടി രൂപയുടെ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് തൊമ്മിച്ചൻ കണ്ടെത്തേണ്ടി വരും. അതായത് തൊമ്മിച്ചനെ സംബന്ധിച്ച് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഭംഗിയായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏകദേശം അടുത്ത 20 വർഷത്തിനുള്ളിൽ 7.5 കോടി രൂപ കണ്ടെത്തണം. അപ്പോൾ 7.5 കോടി രൂപ കണ്ടെത്തണം. അപ്പോൾ അതായത് ഇപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഒരു ആൻസർ കിട്ടി. ഇപ്പം മിച്ചിന് 40 വയസ്സുള്ള ഒരു വ്യക്തി 60ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് ആണെങ്കിൽ ഇദ്ദേഹത്തിന് 7.5 കോടി രൂപ കണ്ടെത്തണം. ഇനി സപ്പോസ് ഇപ്പോൾ ഒരു 45 വയസ്സുള്ള ഒരു വ്യക്തി ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് 60ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് ആണെങ്കിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം 3 ലക്ഷം രൂപ വേണ്ടി വരില്ല. കാരണം മറ്റേത് 20 വർഷത്തെ കണക്കാണ് 3 ലക്ഷം രൂപ എക്സ്പെൻസ് വരുന്നത്. അതേസമയം ഇവിടെ 15 വർഷമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇങ്ങനത്തെ ഒരു കേസിൽ ഒരു 5.5 കോടി രൂപയുടെ റിട്ടയർമെൻറ്റ് കോർപ്പസ് ആണ് കണ്ടെത്തേണ്ടത്. ഇനി സപ്പോസ് ഇപ്പോൾ ഒരു 50 വയസ്സുള്ള ഒരു വ്യക്തി 60ാമത്തെ വയസ്സിൽ റിട്ടയർമെൻ്റ് ആണ്, ഇപ്പോൾ നിലവിൽ 75,000 രൂപയാണ് എക്സ്പെൻസ് എങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 4 കോടി രൂപയുടെ ഒരു കോർപ്പസ് എങ്കിലും ഇദ്ദേഹം കണ്ടെത്തേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഒരു ക്ലാരിറ്റി വന്നു. അതായത് നമുക്ക് ഏകദേശം എത്ര തുക നമുക്ക് കോർപ്പസ് കണ്ടെത്തേണ്ടി വരുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പം തൊമ്മിച്ചൻ്റെ കേസ് തന്നെ എടുക്കാം. 7.5 കോടി രൂപ 20 വർഷം കൊണ്ട് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ 20 വർഷം കൊണ്ട് കണ്ടെത്തണമെങ്കിൽ ഏകദേശം ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിലൂടെ ഈ പറഞ്ഞ തുക കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം തൊമ്മിച്ചനെ സംബന്ധിച്ച് SIP വഴി ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 75,000 രൂപയാണ്. 75,000 രൂപ വെച്ച് തൊമ്മിച്ചൻ SIP ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 20 വർഷം കൊണ്ട് 7.5 കോടി രൂപ കണ്ടെത്താൻ സാധിക്കും. ഇനി സപ്പോസ് ഒരു 15 വർഷം കൊണ്ട് ഈ പറഞ്ഞ ഒരു എമൗണ്ട് ഒരു വ്യക്തിക്ക് കണ്ടെത്തണമെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടി വരുന്ന ഒരു SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലാഖാണ്. അതായത് 1.5 ലക്ഷം രൂപയുടെ SIP ഇദ്ദേഹം ചെയ്യേണ്ടി വരും. ഇനി 10 വർഷം കൊണ്ട് ഈ ഒരു എമൗണ്ട് കണ്ടെത്തണമെങ്കിൽ ഇദ്ദേഹം ഏകദേശം ഒരു 3.25 ലാഖ് SIP ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം ഇതുവരെ നമുക്ക് ക്ലാരിറ്റി നമുക്ക് വന്നു. അതായത് ഇപ്പോൾ 40 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഇന്നിപ്പോൾ 75,000 രൂപ ചിലവ് വരുമെങ്കിൽ ഇദ്ദേഹം റിട്ടയർമെൻ്റ് ആകുന്ന സമയത്ത് 60ാമത്തെ വയസ്സുള്ള റിട്ടയർമെൻ്റ് ആകുന്ന സമയത്ത് ഏകദേശം 3 ലക്ഷം രൂപ ചിലവ് വരും. അതിനുശേഷം ഇദ്ദേഹത്തിന് 90 വയസ്സ് വരെ ഇപ്പം ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു തുക കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ എത്തുമ്പോഴേക്കും ഏകദേശം 7.5 കോടി രൂപയുടെ ഒരു കോർപ്പസ് നമ്മൾ കണ്ടെത്തണം. ഈ 7.5 കോടി രൂപ അടുത്ത 20 വർഷത്തിനുള്ളിൽ നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഏകദേശം 75,000 രൂപയുടെ SIP നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നേ ദിവസം ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഈ പറഞ്ഞ തൊമ്മിച്ചൻ്റെ സിറ്റുവേഷൻ ആയിരിക്കില്ല, ഏജിൽ വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ എക്സ്പെൻസിൽ വ്യത്യാസം ഉണ്ടാവും, ജീവിത സാഹചര്യങ്ങളിലെല്ലാം പല വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഏതെങ്കിലും ഒരു എക്സ്പെർട്ടായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെയോ ഡിസ്ട്രിബ്യൂട്ടറിനെയോ സമീപിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പല തരത്തിലുള്ള ടൂൾസുകളുണ്ട്. അതായത് നമ്മുടെ റിട്ടയർമെൻ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ അവരത് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തതിന് ശേഷം ഈ ഒരു ഫ്യൂച്ചർ ഗോളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യും. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഹെൽപ്പുകളെല്ലാം അവർ ചെയ്തു തരികയും ചെയ്യും. അപ്പോൾ താങ്കൾക്ക് ഞങ്ങളുടെ ഒരു സപ്പോർട്ട് എന്തെങ്കിലും വേണമെങ്കിൽ താങ്കൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങളൊരു മിഷൻ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ മിഷൻ 2035 10,000 കോടിപതി നിക്ഷേപകരെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതിൽ തന്നെ 100 കോടിയിലധികം നിക്ഷേപമുള്ള 100 ഇൻവെസ്റ്റേഴ്സ്, 10 കോടിയിലധികം നിക്ഷേപമുള്ള 1000 ഇൻവെസ്റ്റേഴ്സ്, 1 കോടി മേലെ നിക്ഷേപമുള്ള 10,000 ഇൻവെസ്റ്റേഴ്സ്. ഇതാണ് ഞങ്ങളുടെ മിഷൻ 2035. അപ്പോൾ ഈ ഒരു മിഷൻ, ഈ തരത്തിലുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഗോള് താങ്കളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്കും ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷുവല്ലോ.